നമ്മുടെ സ്വന്തം ഇന്ത്യൻ റെയിൽവേയുടെ 3rd ലോങ്ങസ്റ്റ് റണ്ണിങ് ട്രെയിൻ, പിന്നെ വേൾഡിലെ തന്നെ 35th ലോങ്ങസ്റ്റ് റണ്ണിങ് ട്രെയിൻ, പിന്നെ വിവേക് എക്സ്പ്രസ് വരുന്നതിന് മുമ്പ് ഇന്ത്യസ് ലോങ്ങസ്റ്റ് റണ്ണിങ് ട്രെയിൻ, പിന്നെ ഇന്ത്യയിൽ ഇപ്പോഴും ഏറ്റവും കൂടുതൽ ദൂരം ഓടുന്ന ഒരു ലോക്ക് വെച്ച് ഏറ്റവും കൂടുതൽ ദൂരം ഓടുന്ന ഏക ട്രെയിൻ. അങ്ങനെ ഒരുപാട് ഫാക്ട്സ് ഉള്ള ഒരു അടിപൊളി ട്രെയിനാണ് നമ്മളിന്ന് യാത്ര ചെയ്യാൻ പോകുന്നത്. കന്യാകുമാരി ടു ശ്രീമാതാ വൈഷ്ണോദേവി കത്ര, ജമ്മു ആൻഡ് കാശ്മീരിലാണത്. ഹിമസാഗർ എക്സ്പ്രസ്. അപ്പോൾ ഹിമസാഗർ എക്സ്പ്രസ്സിൻ്റെ ഒരു അടിപൊളി വീഡിയോ ആണ് നിങ്ങളിന്ന് കാണാൻ പോകുന്നത്. 1, 2, 3 വീഡിയോ ആയിട്ടായിരിക്കും ഈ വരുന്നത്. നമ്മൾ 3759 കിലോമീറ്റർ 68 മണിക്കൂർ 30 മിനിറ്റ് കൊണ്ടാണ് നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന കന്യാകുമാരിയിലാണ്. പക്ഷേ ഒരു പ്രശ്നമുണ്ട് ഗൈസ്, കന്യാകുമാരിയിൽ നമ്മുടെ ഹിമസാഗർ എക്സ്പ്രസ് ഇപ്പോൾ കിടപ്പില്ല. കാരണം എന്താ വെച്ചാൽ ഹിമസാഗർ എക്സ്പ്രസ് ഇവിടെ നല്ല തുടങ്ങുന്നത്. ഹിമസാഗർ എക്സ്പ്രസ് ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്ന ദിവസം നാഗർകോവിൽ നിന്നാണ് ആരംഭിക്കുന്നത്. കാരണം ഇത് നാഗർകോവിൽ കന്യാകുമാരി ആ ഒരു റൂട്ട് അവർ ഡബിളിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർ ലൈൻ ബ്ലോക്കൊക്കെ ഏർപ്പെടുത്തി ഇങ്ങോട്ടൊന്നും ട്രെയിൻ വരുന്നില്ല. ഇത് മറ്റേ ആ കന്യാകുമാരി എക്മോർ ആ ഒരു വണ്ടി മാത്രമേ ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നുള്ളൂ. അപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് കന്യാകുമാരിയിൽ നിന്നും യാത്ര ചെയ്യാൻ പറ്റത്തില്ല. ഇന്ന് നമുക്ക് നാഗർകോവിൽ വേണം. അതുകൊണ്ട് ഞാൻ ഇൻട്രോ എടുക്കാൻ വേണ്ടി ഇവിടെ കന്യാകുമാരി വന്നതാണ്. അപ്പോൾ ഹിമസാഗർ എക്സ്പ്രസിൻ്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കന്യാകുമാരി വരെയുള്ള വണ്ടികളെല്ലാം ഇപ്പം നാഗർകോവിൽ വരെ കുറച്ച് വണ്ടികളൊക്കെ ഷോർട്ട് ടെർമിനേറ്റ് ചെയ്തു. പിന്നെ ചില വണ്ടികളൊക്കെ കൊച്ചുവേളി വരെ ആക്കി. നമ്മുടെ ജയന്തി പിന്നെ ഐലൻഡൊക്കെ ഇപ്പോൾ കൊച്ചുവേളി വരെയാണ് ഓടുന്നത്. അവിടെ കൊച്ചുവേളി ഭയങ്കര കൺജഷനാണ്. അപ്പോൾ അങ്ങനെ ഈ ഒരു ഡബിളിങ് വർക്ക്സ് കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഇങ്ങോട്ടേക്ക് നീട്ടും. അപ്പോൾ പിന്നെ ആ നാഗർകോവിൽ ആ കന്യാകുമാരി റൂട്ട് ഫുള്ള് ഇരട്ടപ്പാതയാവും. ഈ കന്യാകുമാരി വരെ എത്തിപ്പെടാൻ കുറച്ച് കഷ്ടപ്പെട്ടു. ശരിക്കും പറഞ്ഞാൽ ഞാൻ ജയന്തിക്ക് കയറി ഇവിടെ കന്യാകുമാരി വരാനാണ് ബുക്ക് ചെയ്തത്. പക്ഷേ ജയന്തി കൊച്ചുവേളി വരെ അവർ ഷോർട്ട് ടെർമിനേറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ പിന്നെ അത് ക്യാൻസൽ ചെയ്തിട്ട് ഞാൻ പിന്നെ ഈ രാവിലെ മറ്റേ ഗുരുവായൂർ എക്മോറിന് കയറി നാഗർകോവിൽ വന്നു. അതിന് തൽക്കാലം എടുത്തു. കാരണം വേറെ നിവൃത്തിയില്ല, എനിക്ക് നാഗർകോവിൽ വന്നേ പറ്റത്തുള്ളൂ. ജയന്തി കൊച്ചുവേളി വരെ ആക്കി അവിടെ പിന്നെ എങ്ങനെ കയറി വരാനാണ്? ട്രെയിനില്ല, ബസ്സിന് കയറി വരേണ്ടി വരും. എന്നിട്ട് രാവിലെ ഇവിടെ വന്ന് കന്യാകുമാരി വന്ന് ഇൻട്രോ എടുക്കാൻ വേണ്ടി ഇവിടെ വന്നതാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇനി കന്യാകുമാരി ടു നാഗർകോവിൽ ആകെ ഒരു 40 മിനിറ്റ് യാത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇനി ബസ് കയറി നാഗർകോവിൽ പോകാം. നമ്മുടെ വണ്ടി ഹിമസാഗർ വിടുന്നത് നാഗർകോവിലിന് 2:45. നമുക്ക് അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് കന്യാകുമാരിയിൽ നിന്ന് യാത്ര ആരംഭിക്കാൻ സാധിച്ചില്ല. കുഴപ്പമില്ല, നമ്മളെന്തായാലും ഇവിടെ സ്റ്റേഷനിൽ വന്നല്ലോ. അപ്പോൾ കന്യാകുമാരി സ്റ്റേഷൻ ഇന്ത്യൻ റെയിൽവേ ഇവിടെ എൻഡ് ചെയ്യുകയാണ്, സദേൺ മോസ്റ്റ് പാർട്ട്. അപ്പോൾ നമുക്കിനി പുറത്ത് പോയിട്ട് ബസ് പിടിച്ച് നാഗർകോവിൽ പോകാം. ഇവിടെ കന്യാകുമാരി ബീച്ച്, പിന്നെ ബോട്ട് ചെട്ടി, മറ്റേ ആ വിവേകാനന്ദ പാറയിലൊക്കെ പോകുന്നതെല്ലാം വേണ്ടി ഈ ഭാഗത്ത് കേട്ടോ. കന്യാകുമാരിയിലെ ലൈറ്റ് ഹൗസ് ഉണ്ടോ, കൊള്ളാമല്ലേ? സ്ക്വയർ ഷേപ്പിലിരിക്കുന്ന ലൈറ്റ് ഹൗസ്. നമ്മളങ്ങനെ കന്യാകുമാരിയിൽ നിന്ന് കട്രയിലേക്കുള്ള യാത്ര ആരംഭിച്ചിരിക്കുകയാണ് ശരിക്കും പറഞ്ഞത്. അപ്പോൾ നമ്മൾ ബസ് സ്റ്റാൻഡ് വരെ പോയിട്ട് അവിടെ നിന്ന് നാഗർകോവിൽ പോവാണ്. അവിടെ നിന്ന് ഇനി ട്രെയിൻ കയറി കട്ര. നമ്മളങ്ങനെ തമിഴ്നാട് RTCയുടെ ആ മഞ്ഞ ബസ് ഉണ്ടല്ലോ, അതിന് കയറി നാഗർകോവിൽ പോവാണ്. ഇത് തിരുനെൽവേലിക്ക് പോകുന്ന ബസ്സാണ് കന്യാകുമാരിയിൽ നിന്ന്. അപ്പോൾ ഇവിടുന്ന് നാഗർകോവിൽ വരെ 20 രൂപയാണ് ആയത്. നമുക്ക് ബൈ റോഡ് കന്യാകുമാരി നാഗൂർ റൂട്ടാണ്. അതിൻ്റെ റൈറ്റ് കാണുന്നതാണ് പുതിയ ട്രാക്ക് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ആ സൂപ്പർ ഫാസ്റ്റ് മഞ്ഞ ബസ്സിൽ കയറി നമ്മൾ നാഗർകോവിൽ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഒരു റോഡിന് അവിടെ എത്തിയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ നാഗർകോവിൽ ജംഗ്ഷനിൽ വന്നിരിക്കുകയാണ്. ഭയങ്കര ചൂടാണ് കേട്ടോ. ഞാൻ ഇവിടെ നിന്ന് കണ്ട് വേർത്ത് ഒഴുകി ഒരു പരുവായി അമ്മതൊരു ചൂട്. നാഗർകോവിൽ ജംഗ്ഷനിലെത്തി. ഇനി ഇവിടെ നിന്ന് 2:45 നമ്മുടെ ഹിമസാഗർ ഇവിടെ നിന്ന് യാത്ര തുടങ്ങാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഏതൊക്കെയാ പ്ലാറ്റ്ഫോം ഇങ്ങനൊന്നും അറിയത്തില്ല. ഇവിടെ നിന്ന് ഇനി അടുത്ത വണ്ടി ഇവിടുന്ന് ഈ വണ്ടി ആട്ടോ, ഹിമസാഗർ മാത്രമേ ഉള്ളൂ. നാഗർകോവിൽ ജംഗ്ഷനിൽ നിന്ന് ട്രെയിൻ കയറുന്നത് ഫസ്റ്റ് ടൈം ആട്ടോ, ആദ്യമായിട്ടാണ്. ഇതൊക്കെ നമ്മുടെ തിരുവനന്തപുരം ഡിവിഷന് കീഴിൽ വരുന്ന കേട്ടോ. അപ്പൊ ഇവിടെ ഒരു വണ്ടി എടുക്കുന്നുണ്ട്. ഇത് താമ്പരം നാഗർകോവിൽ, എനിക്കൊന്ന് സ്പെഷ്യൽ ട്രെയിൻ ആണ്. താമ്പരത്ത് ചെന്നൈയിൽ നിന്ന് വരുന്ന വണ്ടിയാണ്. ഇവിടെ നിന്ന് കുറെ വണ്ടി ഇപ്പൊ വൈകിട്ട് തുടങ്ങും. ചെന്നൈക്ക് വണ്ടിയുണ്ട്, പിന്നെ ഇന്ന് രാത്രി നിസാമുദ്ദീനിലേക്ക് ഒരു വണ്ടിയുണ്ട്, തിരുക്കുറൽ സൂപ്പർ ഫാസ്റ്റ് എന്ന് പറഞ്ഞ്. അങ്ങനെ കുറെ വണ്ടിയുണ്ട് നാഗർകോവിലിന്. നമ്മൾ കൊല്ലം തിരുപ്പതിക്ക് പോകാൻ നേരത്തെ എറണാകുളത്ത് വെച്ചൊരു ലോക്കോ ഉണ്ടല്ലേ, ഒരു P4, അതാണ് കിടക്കുന്നുണ്ടോ. ത്രിവർണ്ണ പതാകയുടെ ലിവറിലുള്ളൊരു റിപ്പബ്ലിക് ഡേ സ്പെഷ്യൽ ഇറക്കിയ ഒരു സാധനമാണിത്. ആരക്കോണം ഷെഡിന്റെ ഒരു WP4. എറണാകുളത്തിന്റെ ഒരു WDG4 കണ്ടോ. ഇത് ഏതോ ഒരു മറ്റേ ആ മെറ്റല് കൊണ്ടുവന്ന സാധനം ഉണ്ടല്ലോ, BOBYN, ആ ഒരു ഐറ്റം കന്യാകുമാരി സൈഡിൽ നിന്ന് കൊണ്ടുപോകാം കേട്ടോ, നാഗർകോവിൽ ടൗൺ ഭാഗത്തേക്ക്. ഇത് കന്യാകുമാരി കടന്നാണ്. കന്യാകുമാരി പോയപ്പോൾ കണ്ടായിരുന്നു. അപ്പം അവിടെ നിന്ന് അതെടുത്ത് അങ്ങോട്ട് പോവാ. ട്രാക്കിൽ മെറ്റലിടുന്ന ഐറ്റം. ഞാനിതിൻ്റെ മുകളിൽ നിൽക്കുക. 2:20 ആവാറായി. 2:45 വണ്ടി എടുക്കേണ്ടതാണ്. അത് റേക്ക് കൊണ്ടുവന്നാൽ പെട്ടെന്ന് പരിപാടി കഴിയും. ഇതിലായിട്ട് റേക്ക് കൊണ്ടുവന്നില്ല. റേക്ക് ഇവിടെ കാണുന്നുമില്ല. ഡയാഡിലൊന്നും റേക്കും ഇല്ല. ഇവിടെ പോയി കിടക്കുവാന്ന് എന്തോ. നമ്മുടെ ഹിമസാഗർ എക്സ്പ്രസിന് ഇവിടെ നിന്ന് നാഗർകോവിലിന് കട്ട വരെ എത്തിക്കാൻ പോകുന്ന ലോക്കോ അവിടെ പാൻ്റൊക്കെ പൊക്കി റെഡി ആയി കിടക്കുകയാണ്. അപ്പൊ അതിന് വേണ്ടി ഇനി റിവേഴ്സ് അടിച്ചിട്ട് ഇനി നമ്മുടെ റേക്ക് കൊണ്ടുവന്നില്ല, റേക്കിന്റെ മുന്നിൽ കൊണ്ട് പിടിപ്പിക്കും. റോയപുരം ഷെഡിന്റെ ഒരു നല്ല വെളുവെളുത്തിരിക്കുന്ന ഒരു WP7 ആണ്. 30,541. பயணிகளின் கனிவான கவனத்திற்கு
வண்டி எண் 16317 கன்னியாகுமரியிலிருந்து திருவனந்தபுரம் கோட்டயம் பாலக்காடு சந்திப்பு வழியாக ஜமுதாவி ஸ்ரீ மாதா வைஷ்ணோ தேவி கட்ரா வரை செல்லும் ஹிம்சாகர் எக்ஸ்பிரஸ் நாகர்கோயில் சந்திப்பு தடம் 1 இருந்து 14:45 புறப்படும். यात्रियों कृपया ध्यान दीजिए, गाड़ी नंबर 16317 कन्याकुमारी से कोटयम पालक्काड होकर जमुतावी श्री माता वैष्णो देवी कटरा तक जाने वाली हिमसागर एक्सप्रेस नागरकोइल जंक्शन प्लेटफॉर्म नंबर 1 से 14:45 पर रवाना होगी. Your attention please. Train number 16317 कन्याकुमारी जमुतावी श्री माता वैष्णो देवी कटरा हिमसागर एक्सप्रेस via कोटयम पालक्काड will leave from Nagarkoil junction platform number 1. അങ്ങനെ നമ്മുടെ ഹിമസാഗർ എക്സ്പ്രസ് ഇവിടെ 2:30 അവർ ആയപ്പോൾ പ്ലാറ്റ്ഫോമിൽ കൊണ്ട് ഇട്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ജനറലൊക്കെ ആൾക്കാർ ഇപ്പോഴേ കയറുകയാണ് വണ്ടി നിർത്തുന്നതിന് മുമ്പേ. ഇനി നമുക്ക് ലോക്കോ പിടിപ്പിക്കുന്ന കാണാം. കന്യാകുമാരി ശ്രീ മാതാ വൈഷ്ണോ ദേവി കട്ര ഹിംസാഗർ എക്സ്പ്രസ്. അടിപൊളി. ഇന്ത്യൻ റെയിൽവേയിൽ ഒറ്റ ലോക്കോ വെച്ച് ഏറ്റവും കൂടുതൽ ദൂരം ഓടാൻ പോകുന്ന വണ്ടിയാണ് നമ്മൾ ഈ കാണുന്നത്. ആ ഒറ്റ ലോക്കോ ഇതാണ്. ഈ ഒറ്റ ലോക്കോ വെച്ചാണ് കട്ര വരെ ഈ വണ്ടി പോകുന്നത്. ഇവിടെ എങ്ങാണ്ട് പെയിന്റ് അടിച്ചിറക്കിയ നല്ല അടിപൊളി ലോക്കാണ് കേട്ടോ. 30,541. ലോക്ക് പിടിപ്പിച്ചെല്ലാം സെറ്റായി. അങ്ങനെ 68 മണിക്കൂർ 30 മിനിറ്റ് യാത്രയ്ക്ക് ഈ ഒരു WP7 നമ്മുടെ ഹിമസാഗർ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കട്ര വരെ പോകുന്നത് ഇതിൻ്റെ സെക്കൻഡ് AC യിലാണ്. സെക്കൻഡ് AC അങ്ങ് ഏറ്റവും പുറകിലാണ്. A1 ആണ് നമ്മുടെ കോച്ച്. അപ്പോൾ ഏറ്റവും പുറകിലാണ് നടക്കാം. ഹിമസാഗറിന് ഏറ്റവും ഫ്രണ്ടിലൊരു ജനറൽ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞും പിന്നെ ഫുള്ള് സ്ലീപ്പറാണ്. ഇത്രയും ദൂരം ഓടുന്ന വണ്ടി ആയതുകൊണ്ട് ഇതിൽ പാൻട്രി കാർ ഉണ്ട് കേട്ടോ. AC ഹോട്ട് ബുഫേ കാറൊക്കെ ഉണ്ട്. മൊത്തത്തിൽ 6 സ്ലീപ്പറാണ് ഉള്ളതിന്. 6 സ്ലീപ്പർ കഴിയുമ്പോൾ പിന്നെ ഒരു M1 ഉണ്ട്, ഒരു 3 ടയർ എക്കണോമി ഉണ്ട്. നമ്മുടെ വണ്ടിക്ക് 6 3 ടയർ ഉണ്ട് കേട്ടോ. 6 3 ടയർ AC ഉണ്ട്. പിന്നെ 2 സെക്കൻഡ് AC ഉണ്ട്. നമ്മുടെ സീറ്റ് തേണ്ട ഇതിലാണ് കേട്ടോ. A1 2015 മെയ്ഡ് ആയിട്ടുള്ളൊരു AC 2 ടയർ കോച്ചാണ്. 3 രാത്രിയിൽ നമ്മുടെ വീട് തേണ്ട ഈ ഒരു കോച്ചാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ബർത്ത് ആസീഷ്യൽ സൈഡിലുള്ള ബർത്ത് തന്നെയാണ്. ഏറ്റവും അറ്റത്ത് വേണം. 47 മണിക്ക് കിട്ടിയത്. 3 മാസം മുമ്പ് എടുത്ത ടിക്കറ്റാണ്. അത് ഓർമ്മ വേണം. ഇതാണ് നമ്മുടെ ബർത്ത് കണ്ട. അപ്പോൾ ഇനി 3 ദിവസത്തേക്ക് നമ്മുടെ ബെഡ് ഇതാണ്. 12 മിനിറ്റ് ലേറ്റ് ആയിട്ട് നമ്മൾ ആ ഒരു വലിയ യാത്ര ഇവിടെ നിന്ന് ആരംഭിച്ചിരിക്കുകയാണ്. നാഗർകോവിലിന് SMBD കട്ര വരെ. അങ്ങനെ നാഗർകോവിൽ ജംഗ്ഷൻ സ്റ്റേഷൻ നമ്മൾ എക്സിറ്റ് ചെയ്യുകയാണ്. ഇവിടെ മറ്റേ താമ്പരം നാഗർകോവിൽ സ്പെഷ്യലാണ് നടക്കുന്നത്. സപ്തഗിരി ലിവറി അടിച്ച ഒരു WP4 ആരക്കോണത്തിൻ്റെ ഈ ഒരു ലിവറിക്ക് സപ്തഗിരി എന്നാണ് പേര് പറയുന്നത്. പച്ചയും എല്ലാം കൂടെ ഉള്ളൊരു ലിവറി. ഇത് നാഗർകോവിലിന് തിരുനെൽവേലി ഭാഗത്തേക്കുള്ള ഒരു ലൈനാണ്. അപ്പോൾ ഇതും ഫുള്ള് ഇവിടെ വർക്ക് നടക്കുന്നുണ്ടോ. ഇവിടെ ഒരു ലൈൻ ഓൾറെഡി ഉണ്ട്. പിന്നെ അല്ലാതെ ഒരു ലൈനും കൂടെ അവിടെ പഴിയുന്നുണ്ട്. പിന്നെ അപ്പുറത്ത് വേറെ എനിക്കൊന്ന് യാർഡോ അങ്ങനെ എന്തോ സംഭവം അവിടെ പണിതുകൊണ്ടിരിക്കുകയാണ്. ഫുള്ള് വർക്ക് നടക്കുകയാണ് അവിടെ. ഈ കാണുന്ന ലൈനാണ് നമ്മുടെ നാഗർകോവിൽ ബൈപ്പാസ് എന്ന് പറയുന്നത്. അതായത് ഈ ട്രിവാൻഡ്രം ഭാഗത്തുനിന്ന് ഈ നാഗർകോവിൽ ജംഗ്ഷൻ കയറാതെ തിരുനെൽവേലി ഭാഗത്തേക്ക് പോകുന്ന ലൈനാണ്. നേരത്തെ ഈ അനന്തപുരി എക്സ്പ്രസ് ഒക്കെ നാഗർകോവിൽ കയറി പോയിക്കൊണ്ടിരുന്നത്. പിന്നെ അതൊക്കെ ബൈപ്പാസ് ആക്കി ഇപ്പം ഇങ്ങനെയാണ് പോകുന്നത്. ഈ നാഗർകോവിൽ മുതൽ തിരുവനന്തപുരം വരെ ഏകദേശം നല്ല ഉരുട്ടിലായിരിക്കും. കാരണം ഫുള്ള് ഇതേപോലെ വർക്ക് നടക്കുന്ന ഒരു സെക്ഷനാണ്. എപ്പോഴും വണ്ടിക്ക് തേപ്പ് കിട്ടുന്ന ഒരു സെക്ഷനാണിത്. നാഗർകോവിൽ ടൗൺ വരെ തന്നെ ഈ ഒരു സ്പീഡിലേ നമ്മുടെ വണ്ടി പോകത്തുള്ളൂ. എന്താണോ എന്തൊരു ഉരുട്ടലാതെ ഇത്. നമ്മൾ ഇന്ത്യയുടെ ഒരു അറ്റത്ത് നിന്ന് നമ്മൾ തുടങ്ങിയിരിക്കുകയാണ്, താഴത്തെ അറ്റത്തുനിന്ന്. അപ്പോൾ ഇവിടെ നിന്ന് മുകളിലേക്ക് പോകും വരെ നമ്മുടെ ഇന്ത്യയുടെ പല പല സംസ്ഥാനങ്ങളിൽ പല പല വൈവിധ്യമാർന്ന കാഴ്ചകളും ഒക്കെ കാണാൻ പറ്റും ഈ ഒരു
കന്യാകുമാരി ടു കാശ്മീർ യാത്ര എന്ന് പറയുന്നത്. നാഗർകോവിലിന് വിടുമ്പോൾ തന്നെ നല്ല മനോഹരമായൊരു കാഴ്ച ഉണ്ട്. ഇത് പുത്തേരി ലേക്ക് എന്നാണ് ഈ ഒരു ലേക്ക് എന്ന് പറയുന്നത്. ആ ലേക്കിൻ്റെ ബാക്കിൽ ആ ഒരു മലകൾ നിൽക്കുന്നത് തന്നെ അടിപൊളിയാണ് കാണാൻ അല്ലേ, നല്ല ഭംഗിയുണ്ട്. പശ്ചിമഘട്ടത്തിൻ്റെ ആരംഭം എന്ന് പറയുന്നത് കന്യാകുമാരിയിലാണല്ലോ. കന്യാകുമാരിയിൽ ഏതാണ്ട് ആ ഒരു ഭാഗത്തായിട്ട് മരുന്തുവാഴ് മലയിൽ നിന്നൊരു മലയുണ്ട്. അവിടെ നിന്നാണ് ശരിക്കും പശ്ചിമഘട്ടം തുടങ്ങുന്നെന്ന് പറയപ്പെടുന്നത്. പിന്നെ അവിടെ നേരെ അങ്ങനെ അങ്ങോട്ട് പോകും മഹാരാഷ്ട്ര ഭാഗത്തേക്ക്. നമ്മൾ നാഗർകോവിൽ ടൗൺ സ്കിപ്പ് ചെയ്യുകയാണ്. സ്റ്റേഷൻ തേണ്ട ആ ഒരു ഭാഗത്തായിട്ടാണ്. അപ്പോൾ ഈ നാഗർകോവിൽ ടൗൺ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആട്ടോ. ആ നാഗർകോവിൽ ടൗൺ സ്റ്റേഷൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഇതേപോലെ കുറേ തെങ്ങുകളൊക്കെ നിൽപ്പുണ്ട്. പിന്നെ അതിൻ്റെ ബാക്കിലായിട്ട് നമ്മുടെ പശ്ചിമഘട്ടം ഉണ്ട്, അതും കാണിച്ചു തരാം. ഇത് ഇപ്പം തന്നെ നല്ല ലൈറ്റ് ആട്ടോ. നാഗർകോവിൽ ടൗണിൽ കൊണ്ട് പിടിച്ച് ഞാൻ പറഞ്ഞില്ല, ഇവിടെ ഫുള്ള് പണി നടക്കുന്നതുകൊണ്ടേ ഇവിടെ പല പല പ്രശ്നങ്ങളുണ്ട് ട്രെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാനൊക്കെ ആയിട്ട്. അപ്പോൾ അതാണ് അവിടെ ഇടയ്ക്ക് പിടിക്കുന്നത്. നെയിം ബോർഡിലാണ്ടോ കന്യാകുമാരിയിൽ മറ്റേ വിവേകാനന്ദ റോക്കും വൈഷ്ണോദേവിയുടെ അവിടെ വൈഷ്ണോദേവി അമ്പലത്തിൻ്റെ ആ ഒരു പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്. തിരുവനന്തപുരം ഡിവിഷൻ്റെ വണ്ടിയാണ്, പക്ഷേ നാഗർകോവിലാണ് ഇതിൻ്റെ മെയിൻ്റനൻസ് ഒക്കെ നടക്കുന്നത്. ഞാൻ ചാർട്ടിൽ നോക്കിയപ്പോഴേക്കും ഇവിടെ 4 പേര് കോട്ടയത്ത് നിസാമുദ്ദീൻ വരെയും, പിന്നെ എൻ്റെ മുകളിലുള്ള ആള് ജോളാർപേട്ട ടു ലുധിയാനയായിരുന്നു. അങ്ങനെ ഇതൊക്കെ ചാർട്ട് നോക്കി അറിയാൻ പറ്റും ആരൊക്കെ അവിടെ നിന്ന് കയറുന്നത് ഇറങ്ങുന്നതൊക്കെ. നാഗർകോവിൽ സ്റ്റേഷൻ്റെ റൈറ്റ് സൈഡ് ഞാൻ പറഞ്ഞില്ലേ, നല്ല ഭംഗിയില്ലാണ്, പക്ക ഗ്രാമം പോലെ. ഒരു 10-20 മിനിറ്റ് കൊണ്ട് ഇവിടെ തൂക്കിയിട്ടിട്ട് കണ്ട് പിന്നെ എടുത്തിരിക്കുകയാണ്. മുകളിൽ മഴക്കാറൊക്കെ ഉണ്ട് കേട്ടോ. മഴയൊക്കെ പെയ്താൽ കൊള്ളായിരുന്നു. കുറെ മാവ് നിൽപ്പുണ്ട്, ആ മാവിലൊക്കെ ഫുള്ള് മാങ്ങ നിൽക്കുന്നു. നമ്മുടെ ഹിമസാഗർ എക്സ്പ്രസ് ശരിക്കും ഒരു വീക്കിലി വണ്ടിയാണ്. വെള്ളിയാഴ്ച മാത്രമാണ് ഇവിടെ നിന്ന് കന്യാകുമാരി നിന്ന് പുറപ്പെടുന്നത്. ഇത് 63 സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ കന്യാകുമാരിയിൽ നിന്ന് കട്ര വരെ. നാഗർകോവിൽ തിരുവനന്തപുരം റൂട്ട് ഭയങ്കര സ്ലോ ഒക്കെ ആണെങ്കിലും പക്ഷെ കാഴ്ചകളൊക്കെ നല്ല കേട്ടോ, നല്ല കാഴ്ചകളാണ്. 2 സൈഡിലും കൃഷിയാണ് കേട്ടോ. ഇത് ഫുള്ള് വാഴയാണ്, അങ്ങേ അപ്പുറത്തെ ഫുള്ള് തെങ്ങാണ്. നമ്മൾ നാഗർകോവിലിൽ വിട്ട പിന്നെയുള്ള ഫസ്റ്റ് സ്റ്റോപ്പിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കുളിത്തുറ എന്നാണ് ഈ സ്റ്റേഷൻ്റെ പേര്. അപ്പോഴേക്കും തന്നെ അവിടെ കൊച്ചുവേളി നാഗർകോവിൽ പാസഞ്ചർ അവിടെ ക്രോസിങ് നടക്കുകയാണ്. സിംഗിൾ ലൈൻ അല്ലേ. ഫസ്റ്റ് AC ഒക്കെയുള്ള പാസഞ്ചർ ഉണ്ടാവും. ഇത് ശരിക്കും കാക്കിനാട SMVT ബംഗളൂരു ശേഷാദ്രി എക്സ്പ്രസിൻ്റെ റേക്കാണ്. അത് എന്നിട്ട് അവർ SMVT നാഗർകോവിലായിട്ട് ഓടിക്കും. ആ റേക്കാണ് അവർ നാഗർകോവിൽ കൊച്ചുവേളി പാസഞ്ചറായിട്ട് ഓടിക്കുന്നത്. അപ്പോൾ അതാണ് ഈ കിടക്കുന്നത്. അപ്പോൾ ഇത് കൊച്ചുവേളി പോയിട്ട് തിരിച്ച് നാഗർകോവിൽ പോയിട്ട് വൈകിട്ട് നാഗർകോവിൽ SMVT ബംഗളൂരു എക്സ്പ്രസ് ആയിട്ട് പോകും. എന്നിട്ട് പിന്നെ അവിടെ നിന്ന് കാക്കിനടയ്ക്ക് ശേഷാദ്രി ആയിട്ട് പോകും. പാസഞ്ചറായിട്ട് ഓടുമ്പോൾ പിന്നെ AC എല്ലാം അവർ അടച്ചിടും കേട്ടോ. സ്ലീപ്പറിൽ മാത്രമേ കയറാൻ പറ്റത്തുള്ളൂ. കേരളത്തിന് മുമ്പുള്ള സ്റ്റേഷനാണ് ഈ കുഴിത്തുറൈ. ഇത് കഴിഞ്ഞിട്ട് പാറശാലയിലാണ് കേരളം വരുന്നത്. അപ്പോൾ കുഴിത്തുറയിൽ നമ്മുടെ വണ്ടിയുടെ സ്റ്റോപ്പ് ട്രിവാൻഡ്രം ആണ്.
ടണലിലേക്ക് നമ്മൾ ഇറങ്ങി വന്നതോടെ നമ്മൾ കേരളത്തിൽ കയറിയിരിക്കുന്നത്. ഈ ഒരു റൂട്ടിൽ കുറേ ടണലുണ്ട് ഇതേപോലെ, നല്ല രസമാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ പാറശാല സ്റ്റേഷൻ ഇപ്പോൾ സ്കിപ്പ് ചെയ്ത് പാറശാല ഒരു വണ്ടി കിടക്കുന്നുണ്ടോ. ഇത് ശരിക്കും മറ്റേ കന്യാകുമാരി പുനലൂർ എക്സ്പ്രസ് ആണ്. അപ്പോൾ അത് അവിടെ വർക്ക് കിടക്കുന്ന കാരണം അത് പാറശാല വരെ ഷോർട്ട് ടെർമിനേറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ പോയിട്ട് അതിൻ്റെ ബാക്കിൽ എടുക്കും, നമ്മൾ അതിന് ഓവർടേക്ക് അടിക്കുക. ഇവിടെ കുറേ പാൻട്രിയിലായിട്ട് ഇരിപ്പുണ്ട്. അതെന്താണെന്നറിയോ, മറ്റേ വിവേക് ഉണ്ടല്ലോ, വിവേക് ശരിക്കും കന്യാകുമാരിന്നല്ലേ തുടങ്ങുന്നത്. അപ്പോൾ വിവേക് ഇന്നലെ വരുന്ന വിവേക് തിരുവനന്തപുരത്ത് ഷോർട്ട് ടെർമിനേറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന പാൻട്രി ആൾക്കാർ സാധനം കൊണ്ടുപോകാൻ വേണ്ടി ഈ വണ്ടിയിൽ ലിഫ്റ്റ് അടിച്ചാണ്. അപ്പോൾ അവർ തിരുവനന്തപുരത്ത് സാധനം ഇറക്കും. കൊല്ലം എത്തേണ്ട സമയത്ത് നമ്മൾ തിരുവനന്തപുരത്ത് എത്തുന്നുണ്ടോ. 5 മണിയായി, ഇവിടെ 4 മണിക്ക് എത്തേണ്ടതാണ്. ശിവസാറിന്റെ ജനറലിൽ കയറാനുള്ള ആൾക്കാരെ തിരക്ക് നോക്കി നല്ല ബെസ്റ്റ് ടൈമിങ്ങിലാണ് തിരുവനന്തപുരം കയറിയിരിക്കുന്നത്. ഇനിയിപ്പം മറ്റേ ഇന്റർസിറ്റി ഉണ്ട്, ഗുരുവായൂർ ഇൻഡസ്ട്രി ഉണ്ട്, അഞ്ചിനാടുണ്ട്, ചെന്നൈ സൂപ്പർ ഫാസ്റ്റ് ഉണ്ട്. ഇനി ഇതിന്റെയൊക്കെ പുറകിലാണോ മുന്നിലാണോ പോകുന്നത് കണ്ടറിയാം. ഭാഗ്യം വേറെ വണ്ടിയൊന്നും പണിയൊന്നുമില്ല. നമ്മൾ 5 മണി 8 മിനിറ്റ് ആയപ്പോൾ തന്നെ തിരുവനന്തപുരത്ത് നിന്ന് വിട്ട്. ചറവറ ലോക്കോ നടക്കുന്നുണ്ട്. എന്തോരം ലോക്കോ വന്ന് വെച്ച് അങ്ങനെ ട്രിവാൻഡ്രത്ത് നമുക്ക് തേപ്പൊന്നും കിട്ടാതെ രക്ഷപ്പെട്ട്. തിരുവനന്തപുരം കഴിഞ്ഞ പിന്നെ നമ്മുടെ വണ്ടിക്ക് ശാപമോക്ഷം കിട്ടിയ പോലെ കേട്ടോ. നല്ല സ്പീഡിൽ പോകുന്നുണ്ട്. ഇത്രയും നേരം ഉരുട്ടി 1 മണിക്കൂർ ലേറ്റ് ആയിരുന്നു. ആ ജീനയും വെച്ച് പോകുന്നുണ്ട് നമ്മുടെ ശബരി എക്സ്പ്രസ് കണ്ടോ. ഷാലിമാറിന് നാഗർകോവിൽ വരെ പോകുന്ന ഗുരുദേവ് എക്സ്പ്രസ് ആണ്. ബംഗാളിൽ നിന്ന് വരുന്ന വണ്ടിയാണ്. ഈ വണ്ടി ഭയങ്കര ശോകമാണ്. ബംഗാളിൽ വരുന്ന വണ്ടിയാകുമ്പോൾ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഹായ് ബ്രോ, എന്താണിത്? വെൽക്കം ടു. വരുന്നോ? കട്ടറയ്ക്ക് വരുന്നോ? കള്ള ടിക്കറ്റ് വാ. താങ്ക്സ് മോനു. ഞാൻ കുറച്ച് സ്നാക്സ് മേടിച്ച് നമ്മുടെ ഗോഡ്വിൻ കൊണ്ട് തന്നാണ്. വിശന്നിട്ട് വയ്യ. എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം അല്ലേ? നമ്മുടെ ഈ യാത്രയുടെ എക്സ്പെൻസ് എന്ന് പറയുന്നത് കന്യാകുമാരിയിൽ നിന്ന് കട്ടറ വരെ ഈ സെക്കൻഡ് എ സിക്ക് 4130 രൂപയാണ് ഒരാൾക്ക്. ഈ സൈഡ് ലോവർ ബർത്ത് ശരിക്കും ഒരു പ്രത്യേക ഒരു ഇമോഷനാണ്. സൈഡ് ലോവർ ബർത്ത് ഇഷ്ടമുള്ളവർ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഉരുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ടിൽ മറ്റേ യശ്വന്ത്പൂർ ഗരീബ്രതി കയറിയിട്ടുണ്ട്. കാരണം അതിന് ഷെഡ്യൂൾ ടൈമിലാണ് പോകുന്നത്. നമ്മൾ 1 മണിക്കൂർ ലേറ്റ് അല്ലേ. അപ്പം മിക്കവാറും അങ്ങ് എവിടം വരെയാ, അങ്ങ് വരെ അതിൻ്റെ പുറകിലായിരിക്കും. ഞാൻ ഷൂട്ട് ചെയ്യാൻ വന്നപ്പോഴേക്കും പോയത് നമ്മളാ മുന്നിലുണ്ടായിരുന്ന ഗരീബ്രതിനെ ഇവിടെ ഓച്ചനെ വെച്ച് ഓവർടേക്ക് അടിച്ചു. അപ്പോൾ സീലൈൻ വേഗം പൊക്കോളും. നമ്മുടെ ഹിമസാഗറിന് പിന്നെ അധികം സ്റ്റോപ്പില്ല കേട്ടോ. ഇവിടെ കായംകുളത്ത് വിട്ടാൽ പിന്നെ ചെങ്ങന്നൂർ, തിരുവല്ല, കോട്ടയം, എറണാകുളം അങ്ങനെ ഉള്ളൂ. മാവേലിക്കര, ചങ്ങനാശ്ശേരി ഒന്നുമില്ല എന്തായാലും. നമ്മൾ ഇത്ര വലിയ വണ്ടിയാണ്, 2 ടയറൊക്കെ ആണെങ്കിലും വാഷ്റൂമൊക്കെ മെയിൻറ്റെയിൻ ഒന്നും അല്ല കേട്ടോ. നാഗർകോവിലെ വണ്ടിയാകുമ്പോൾ അറിയാമല്ലോ എല്ലാവർക്കും. വാഷ്റൂം ഒന്നും
ഒട്ടും വേണ്ടിയിട്ടായിരിക്കത്തില്ല. നമ്മൾ 57 മിനിറ്റ് ലേറ്റ് ആയിട്ട് നമ്മുടെ നാട്ടിലെത്തിയിരിക്കുകയാണ്. ചെങ്ങന്നൂരും തിരുവല്ലയുള്ള സ്റ്റോപ്പ് കഴിഞ്ഞു കേട്ടോ. ചങ്ങനാശ്ശേരി ഇല്ല, ആരും ഇല്ലല്ലോ ഇവിടെ. ഇത് ആരും ഇല്ലാത്തേ. കേരളയുടെ അനൗൺസ്മെന്റ് ഒക്കെ. അയ്യോ, കേരളയിൽ നിന്ന് ഓൺ ടൈം ഒക്കെ ഷോ. അയ്യോ, കേരള വരുന്നു ഷോ. കേരളയൊക്കെ ഓൺ ടൈം ഓടുന്ന ചരിത്രം. പക്ക ഓൺ ടൈം കേട്ടോ. ബിലായ് ഷെട്ടിന്റെ ഒരു WAP കേട്ടോ. ബിലായ് കൊള്ളാം. കേരളത്തിന്റെ 2 ലെജൻഡറി വണ്ടി ഇവിടെ മീറ്റപ്പ് ആയിരിക്കുകയാണ്. കേരളയും ഹിമസാഗറും. ഇനി അടുത്ത കേരളയിൽ എനിക്ക് ഒരു വീഡിയോ എടുക്കണം. ഇനി അതും കൂടെ ഉണ്ട്. എന്തോ പറ്റി നിരത്തില്ല, എല്ലാം ഓൺ ടൈം. അതുകൊണ്ട് വേനാട് വരുന്നു. വേനാട് നമ്മൾ തിരുവല്ല എത്തിയിരിക്കുകയാണ്. നമ്മുടെ ഈ ഹിമസാഗർ എക്സ്പ്രസ് ശരിക്കും പണ്ട് ഇങ്ങനൊന്നും അല്ല ഓടിക്കൊണ്ടിരുന്നത്. കുറേ ചരിത്രമുണ്ട്. ഞാനതൊക്കെ നാളെ രാവിലെ പറയാം. നമ്മൾ ഹിമസാഗറിലെ ഫുഡും കൂടെ ട്രൈ ചെയ്യണമല്ലോ. അപ്പം രാത്രിയിൽ ചപ്പാത്തി സബ്ജി പറഞ്ഞു. ഇത് ചപ്പാത്തിയാണ്. ഇത്രയും ഷവർമ റോള് പോലെ ഉണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ. പിന്നെ സബ്ജി ഉണ്ട്, സബ്ജി വെജിറ്റബിൾ കറി കേട്ടോ. നല്ല ചൂടായിട്ടുണ്ട് കേട്ടോ. ഈ കറിയുടെ ഇത് തൊടാൻ വയ്യ, അമ്മാതിരി ചൂടാണ്. നമ്മുടെ വണ്ടി ലേറ്റ് ആയെങ്കിലും നല്ല വീടില്ല കേട്ടോ. കോട്ടയം എത്തി ഇപ്പം. അപ്പം ഇനി ഇവിടെ നിന്നാലും ഒരു മണിക്കൂർ വേണ്ട എറണാകുളം എത്താൻ. നമ്മൾ നാഗർകോവിലൊക്കെ ഇങ്ങനെ ട്രിവാൻഡ്രൊക്കെ എത്തിയപ്പോഴേക്കും ഞാൻ പറഞ്ഞില്ല 1 മണിക്കൂർ ലേറ്റ് ആണ്. ഇപ്പം നമ്മുടെ വണ്ടിയുടെ ഡിലേ ഇപ്പോൾ വെറും 10 മിനിറ്റ് മാത്രമേ ഉള്ളൂ. ഈ എക്സ്ട്രാ ടൈമിനാണ് ഈ ബഫർ ടൈം എന്ന് പറയുന്നത്, സ്ലാക്ക് എന്നും പറയും. അപ്പം അത് കാരണം നമ്മളിപ്പോൾ 9 മണി അടുക്കാറായപ്പോൾ തന്നെ എറണാകുളം എത്തിക്കൊണ്ടിരിക്കുക. നമ്മുടെ ആൾക്കാരിൽ ഇപ്പോഴുള്ള ചെറിയൊരു സംശയമാണ്. അതായത് എല്ലാ വണ്ടിയും ഒന്നും നോർത്തിൽ കയറത്തില്ല കേട്ടോ. എല്ലാ വണ്ടിയും ഒന്നും സൗത്തിലും കയറത്തില്ല. അതായത് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. കോട്ടയം വഴി പോകുന്ന വണ്ടികളൊക്കെ നോർത്തിൽ കൂടെ ആയിരിക്കും, നോർത്ത് കയറിയായിരിക്കും പോകുന്നത്. ആലപ്പുഴ വഴി പോകുന്ന വണ്ടികളൊക്കെ സൗത്ത് വഴി കയറിയായിരിക്കും പോകുന്നത്. അപ്പോൾ ഈ ചില വണ്ടികളൊക്കെ രണ്ടിടത്ത് നിർത്തി പോകുന്നുണ്ട്. അപ്പോൾ ഞാനീ പറഞ്ഞ കോട്ടയം വഴി പോകുന്നത് എറണാകുളം നോർത്തും ആലപ്പുഴ വഴി പോകുന്നത് എറണാകുളം സൗത്തും അത് എപ്പോഴും സെയിം ആയിരിക്കും. ഇവിടെ വിവേകിന് കയറാനുള്ള അന്യസംസ്ഥാന തൊഴിലാളികൾ ഇഷ്ടം പോലെ കേട്ടോ. നമ്മുടെ ട്രെയിനിന്റെ ബാക്കിൽ കുറച്ച് കഴിയുമ്പോഴേക്കും വിവേക് വരും. നമ്മുടെ മുന്നിൽ മറ്റേ കൊച്ചുവേളി മൈസൂർ കയറിപ്പോയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ മുന്നിൽ ജോളാർപേട്ട വരെ കാണും. നമ്മുടെ തൊട്ട് ബാക്കിൽ മറ്റേ യശ്വന്ത്പൂർ ഗരീബ് ഉണ്ട്, ചെന്നൈ സൂപ്പർ ഫാസ്റ്റ് ഉണ്ട്, പിന്നെ വിവേക് ഉണ്ട്. അങ്ങനെ കുറേ വണ്ടിയുണ്ട്. ഗരീബ് തൊട്ട് പുറകിലുണ്ട് കേട്ടോ. നമ്മളെ വിട്ടപ്പോൾ തന്നെ ഗരീബിന് അനൗൺസ്മെന്റും വന്നു. അപ്പോൾ ഗരീബ് മിക്കവാറും തൃപ്പൂണിത്തുറ ട്രെയിൻ ഉണ്ടാവും. എത്തി വണ്ടിക്കകത്ത് ഫുള്ള് ലൈറ്റ് ഓഫ് ചെയ്ത് ആൾക്കാരെല്ലാം ഉറങ്ങി കേട്ടോ. അപ്പോൾ ഞാൻ ഉറങ്ങാൻ പോവാം. ആലുവ എത്തി. ഇനി ആലുവ തൊട്ട് തൃശ്ശൂർ, ഒറ്റപ്പാലം, പിന്നെ പാലക്കാട് അങ്ങനെ അങ്ങ് പോകും. അപ്പോൾ ഞാൻ കിടന്നുറങ്ങട്ടെ. രാവിലെ മിക്കവാറും നമ്മൾ എണീക്കുമ്പോൾ ജോളാർപേട്ട കഴിഞ്ഞിട്ടുണ്ടാവണം. ജോളാർപേട്ട കഴിഞ്ഞ് നമ്മൾ ഇവിടെ കാട്ട്പാടി ഭാഗത്തേക്ക് പോകും. അപ്പോൾ രാവിലെ കാണാം. അടുത്ത ദിവസം രാവിലെ നല്ല അടിപൊളിയായിട്ട് ഉറങ്ങി കേട്ടോ.
വണ്ടി ഇപ്പോൾ പക്ക ഓൺ ടൈമാണ്. ഇപ്പോഴും നമ്മൾ നേരത്തെ 1 മണിക്കൂർ ലേറ്റാണ്, ഇപ്പോൾ ഓൺ ടൈമായി. അത് ഇന്നലെ തന്നെ ലൈറ്റ് മാറിയായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ കാട്ട്പാടി എത്താറായി. നമ്മൾ കാട്ട്പാടി ഔട്ടർ ആവാറായി കേട്ടോ. അവിടെ 7:25 കയറേണ്ടത്, നമ്മൾ 6:55 ആയതേ ഉള്ളൂ. ഇപ്പോൾ ഒരു ട്രാക്കിൻ്റെ മുകളിൽ കൂടെ വേറെ ട്രാക്ക് പോകുന്നുണ്ടോ. ആ ട്രാക്ക് അങ്ങ് തിരുവണ്ണാമലൈ വെല്ലൂർ വഴി വരുന്ന ട്രാക്കാണ്. അതിന് അപ്പുറത്തെ സൈഡ് പോയി ജോയിൻ ചെയ്യും. കാട്ട്പാടിന്ന് വെല്ലൂർ ഭാഗത്തേക്ക് പോകുന്നൊരു മെമു ഉണ്ടോ പോകുന്നത് അങ്ങേ അറ്റത്തൂടെ ആ ട്രാക്കിൽ കൂടെ. കാട്ട്പാടിന്ന് പുറപ്പെട്ട് വരുന്ന കേരള എക്സ്പ്രസ് ഇപ്പോൾ കാണാൻ പറ്റും കേട്ടോ, ഡൽഹിയും തിരുവനന്തപുരം പോകുന്നത്. നമ്മളതേ സെയിം ട്രാക്കിൽ തൊട്ട് ബാക്കിലൊരു ഗുഡ്സ് ട്രെയിൻ കിടക്കുന്നുണ്ടോ, അത് കയറാൻ വേണ്ടി ഇരിക്കുകയാണ്. ഇവിടെ കാട്ട്പാടി സ്റ്റേഷനിൽ ഒന്ന് കൺജഷൻ എന്ന് തോന്നുന്നു. അവിടെ അപ്പുറത്തെ സിഗ്നൽ അവിടെ പിടിച്ചിട്ടൊക്കെ വേണ്ട. ഒരു ട്രാക്കിൽ തന്നെ 2 വെട്ടിക്കൊള്ളാം. ഇവിടെ എത്തിയത് നമ്മുടെ വണ്ടിക്ക് സിഗ്നലാണ്. നമ്മൾ പുറപ്പെട്ടു ആലാകുട ഷെഡിൻ്റെ ഒരു WP7 ആണ് കേരളയുടെ ലോക്കോ. സിമെൻ്റാണ്, ഭാരത് സിമെൻ്റ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ സിമെൻറ്റ് കൊണ്ടുപോകുന്ന സാധനം ഇത്. കാട്ട്പാടി ഇഷ്ടം പോലെ നമ്മുടെ ചായ വയ്ക്കുന്ന ചേട്ടന്മാര്, ഉഴുന്ന് വട, സമൂസ, അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടും. ട്രെയിനിൽ രാവിലെ മറ്റേ ബ്രെഡ് ഓംലെറ്റ് ഉപ്മാവ് ഉള്ളായിരുന്നു. അപ്പം സൗത്ത് ഇന്ത്യ വിടുന്നതിന് മുമ്പേ ഈ സാധനം മേടിക്കാതെ വെച്ചു, ഇഡ്ഡലി വട. അതുകൊണ്ട് അപ്പോഴത്തേക്കും മറ്റേ നമ്മളെ പുറകിടുന്ന ഗുഡ്സ് ട്രെയിൻ പറപ്പിച്ച് വരുന്നുണ്ടോ. ഇത് NMG ആണ്, NMG. ഇവിടെ നിന്ന് 7:30 അടുത്തുള്ള കേട്ടോ. നമ്മൾ 7:15 ആയപ്പോൾ എടുത്തി. എന്താ അല്ലേ, തമിഴ്നാട്ടിൽ നിന്ന് തുടങ്ങി കേരളത്തേക്കൂടെ മൊത്തം വന്ന് വീണ്ടും തമിഴ്നാട്ടിൽ കയറി, ഇനിയിപ്പോൾ ആന്ധ്രയിൽ കയറും, തെലങ്കാനയിൽ കയറും, ഇങ്ങനെ ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങൾ കയറിയുള്ള ഒരു അടിപൊളി യാത്രയാണ് കിംസാറിൽ. നല്ല ചൂട് സമോസ കിട്ടി കാട്ട്പാടിനെ. എനിക്ക് മറ്റേ ഈ നോർത്ത് ഇന്ത്യയിലെ സമോസ ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് നമ്മുടെ ഇവിടുത്തെ ഈ ഇങ്ങനത്തെ സമോസയാണ് ഇഷ്ടം. നോർത്ത് ഇന്ത്യയിൽ ഒരുമാതിരി വേറെ ടൈപ്പാണ്, എനിക്കത് ഇഷ്ടമല്ല, എനിക്ക് പേഴ്സണലി ഇഷ്ടമല്ല. കേരളത്തിൽ കിട്ടുന്നതും ഇവിടെ കിട്ടുന്നതൊക്കെ ഇഷ്ടമാണ്. ഒരു വണ്ടി വരുന്നുണ്ട്, ഇത് രാമേശ്വരത്ത് നിന്ന് തിരുപ്പതിക്ക് പോകുന്ന മീനാക്ഷി എക്സ്പ്രസ് എന്ന വണ്ടിയാണ്. ഈ വണ്ടി നമ്മുടെ പാക്കിലാണ് വരുന്നത്, ചിറ്റൂർ വഴി തിരുപ്പതി. നമ്മൾ തിരുപ്പതി വഴിയാണ് പോകണം. കാക്കിനാട SMBT മറ്റേ ശേഷാദ്രി എക്സ്പ്രസ് ആണ് വരുന്നത്. നമ്മൾ ഇന്നലെ കണ്ടില്ല മറ്റേ ആ ഒരു കൊച്ചുവേളി നാഗർകോവിൽ പാസഞ്ചർ. അപ്പോൾ ഈ ശേഷാദ്രി ബാംഗ്ലൂർ പോയിട്ട് അവിടെ നിന്ന് നാഗർകോവിൽ എക്സ്പ്രസ് ആയിട്ട് വരും, എന്നിട്ട് അവിടെ നിന്ന് കൊച്ചുവേളി പാസഞ്ചറായിട്ട് പോകും. അപ്പോൾ ഈ വണ്ടി തന്നെയാണ് കൊച്ചുവേളി പാസഞ്ചറായിട്ട് പോകുന്നത്. Rameswaram Tirupati Express is on platform number 7. Kakinada Town, SMBT, Bangalore. Superfast Express. ചെന്നൈ സെൻട്രലിൽ നിന്ന് മൈസൂർക്ക് പോകുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ് ഇവിടെ കാട്ട്പാടി ജംഗ്ഷനിൽ 1ാമത്തെ പ്ലാറ്റ്ഫോമിൽ വന്ന് കിടക്കുന്നത്. കാട്ട്പാടി നിന്നാലേ നമുക്ക് ചെന്നൈ ഭാഗത്തോട്ടുള്ള വണ്ടികളും കിട്ടും, ബാംഗ്ലൂർ ഭാഗത്തേക്കും പിന്നെ തിരുപ്പതി ഭാഗത്തേക്കും എല്ലാ വണ്ടിയും കിട്ടും ഇവിടെ നിന്നാണ്. ഇതുവരെ നമ്മുടെ വണ്ടി ഒരു ലേറ്റും ഇല്ല കേട്ടോ. നമ്മളെ കറക്റ്റ് ഇവിടെ തന്നെ പുറപ്പെട്ടു. ഇനി SCR അതായത് സൗത്ത് സെൻട്രൽ റെയിൽവേയിൽ കയറുമ്പോൾ എൻ്റെ അവസ്ഥ അറിയത്തില്ല. പോകുന്ന വണ്ടികളെല്ലാം തേച്ചൊട്ടിച്ച് വിടുന്ന പരിപാടിയാണ് അവരുടെ സൗത്ത് സെൻട്രൽ റെയിൽവേയുടെ. പോയി നോക്കാൻ എന്തായാലും. നമ്മുടെ ഹിമസാഗർ ഇപ്പോൾ ഇവിടെ നിന്ന് ലെഫ്റ്റ് എടുത്ത് ചിറ്റൂർ തിരുപ്പതി വഴി പോകും. നേരെ പോവുകയാണെങ്കിൽ ചെന്നൈ റൂട്ട്.
തമിഴ്നാട്ടിൽ നിന്ന് കിടന്ന് നമ്മൾ ആന്ധ്രയിലെ ചിറ്റൂരിലെത്തിയിരിക്കുകയാണ്. ഇവിടെ നമ്മളൊരു 5 മിനിറ്റ് നേരത്തെ എത്തി കേട്ടോ. അങ്ങനെ ചിറ്റൂർ നമ്മൾ ഓൺ ടൈമിൽ വിട്ടു. ഇനി നമ്മൾ നേരെ തിരുപ്പതി. ഹിമസാഗർ എക്സ്പ്രസിന്റെ പാർട്ട് 1 വീഡിയോ ഇവിടെ തീരുകയാണ്. നമ്മൾ നാഗർകോവിലിന് തിരുപ്പതി വരെ, ഇനി തിരുപ്പതി ടു ഭോപ്പാൽ വരെ സെക്കൻഡ് പാർട്ടാണ്. നമ്മളിപ്പോൾ തിരുപ്പതി എത്താറായി. തിരുപ്പതി ടു ഭോപ്പാൽ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ് നിങ്ങൾ കാണാൻ പോകുന്ന അടുത്ത വീഡിയോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട അഭിപ്രായം പറയാം. ഹിമസാഗർ എക്സ്പ്രസിന്റെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം അടുത്ത ദിവസം. അപ്പോഴേക്കും ബൈ.